ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു ലോങ് ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും വീഡിയോ കണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറിയിട്ടോ. സമയം 9:30 കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 9:15 ഈ സമയത്ത് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇങ്ങോട്ടാന്ന് പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുക കേട്ടോ. പറ്റിയാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾ നൈറ്റിൽ അവിടെ എത്തത്തുള്ളൂ, നാളെ റിട്ടേൺ അടിക്കും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുമോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലോക്കിൽ പെട്ടിരിക്കുക കേട്ടോ. നമ്മുടെ പാലിയേക്കര ടോൾ പാസിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. മൺഡേ ആയതുകൊണ്ടാണ്, എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കൊക്കെ ആയിരിക്കും ഈ സമയമല്ലേ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. ചക്കുച്ചിന് ഉറക്കം വരികയാണോ? ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിടന്നത്. 12 മണിയായി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കിടന്നപ്പോൾ. രാവിലെ ഒരു 5:15 ആയപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പിന്നെ ഉറങ്ങിയിട്ടില്ല. ചീക്കുട്ടി ഉണ്ട് അതിൽ. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറ. ഹായ്, ടാറ്റ പോവാന്ന് പറഞ്ഞേ. ടാറ്റ പോവല്ലേ. കുഞ്ഞുട്ടി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൈയുണ്ടോ അതില്? ആണോ? നല്ല വെയിലും നല്ല ചൂട്. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ സന്ധ്യക്ക് മഴ തുടങ്ങിയിട്ട് രാത്രിയൊക്കെ മഴയായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോൾ മഴയുടെ ഒരു തണുപ്പുമില്ല, നല്ല ചൂട്. ജോവിയും രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന്. കുഞ്ഞുട്ടി കാഴ്ച കാണുവാ. ഹായ് പറഞ്ഞോ. എല്ലാവരും നല്ല ഹാപ്പിയിലാട്ടോ. സ്കൂൾ തുറക്കാറായില്ലേ. ഈ 2 ആഴ്ച കൂടെ ഉള്ളൂ സ്കൂൾ തുറക്കാം. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് വെള്ളം നമ്മൾ ചക്കപ്പഴമൊക്കെ ആയിട്ടാണ് വന്നത്. വിശക്കുമ്പോൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. ഇത് ആയുർജാക്ക് എന്നുള്ള പഴമാട്ടോ, ചക്കപ്പഴമാട്ടോ. നല്ല വീഡിയോയിൽ റെഡ് കളർ കാണുന്നില്ലല്ലോ, ഒരു ഓറഞ്ച് കളറാണേ. നല്ല മധുരമുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചക്കയ്ക്ക് ഒരുപാട് വലിപ്പമില്ല കേട്ടോ, ചെറിയ ചക്കയാണ്. പക്ഷെ ചക്കപ്പഴം നല്ല സൂപ്പർ, നല്ല ടേസ്റ്റ്, നല്ല മധുരം, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. പരിസരത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല, അതുപോലെ സ്മെല്ല്. സാധാരണ ചക്കയേക്കാളും കൂടുതൽ സ്മെല്ലുണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സീനറിയാണ്. നല്ല ഭംഗിയുള്ള പ്ലേസ് അല്ലേ. മല കണ്ടോടാ? മുന്നിട്ട് കണ്ടോ? മല മലയുടെ ഉള്ളിലേക്ക് നമ്മളിപ്പോ പോകും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രദേശമല്ലേ, നോക്കി. സൂപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ വീഡിയോ ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് രസമല്ലേ. സൂപ്പറാണ്. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തക്കുച്ചു നോക്കിക്കേ, നമ്മൾ ഈ തുരങ്കത്തിനുള്ളിലൂടെ പോകുക കേട്ടോ. തക്കുച്ചു ഇത് കണ്ടാ, ഗുഹ പോലെ ഉണ്ടോടാ. മേളിലേക്ക് നോക്കി ലൈറ്റ് ഉണ്ടോ?
പ്രാവശ്യം തക്കുജിനെയും കൂടെ പോയപ്പോൾ തക്കുജി ചെറുതല്ലായിരുന്നോ, അറിയാറൊന്നും ആയിട്ടില്ലായിരുന്നു. തക്കുജി സൂപ്പറാണോ? അപ്പോൾ നമ്മൾ തുരങ്കത്തിലൂടെ കയറി തുരങ്കത്തിൽ നിന്ന് ഇറങ്ങാറായി. തക്കുജി സൂപ്പറാണോടാ? ലൈറ്റ് ഉണ്ട്, ലൈറ്റ്. ഇപ്പൊ ഇറങ്ങോട്ട് നോക്കിയിരുന്നോണേ. ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങോട്ടെ. ചക്കുജു ഇവിടെ നോക്കുന്നുണ്ടാടാ? നോക്കുന്നുണ്ടോ? നോക്കിക്കോ, നോക്കിയിരുന്നോ? ഇപ്പൊ ഇറങ്ങും നമ്മള്. എടാ ചക്കുജു, നമ്മള് തുരങ്കത്തിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ്. നല്ല സൂപ്പർ പ്ലേസ് ആണ്. ചേച്ചിനെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മള് വടക്കാഞ്ചേരി വരെ എത്തിട്ടോ. ചൂടറിയുന്നില്ല, നമ്മൾ കാറിൽ ഇരുന്ന് പോകുന്നുണ്ട്. ചൂടറിയുന്നില്ല. ഒത്തിരി ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ എവിടെയായിരുന്നു നല്ല ട്രാഫിക്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങള് ലുലുമാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വെയിലായി. സമയം ഇപ്പോ 11 മണിയായി കേട്ടോ. നമ്മൾ 9:30 ഇറങ്ങിയേ. ചക്കുജി സ്കൈ കണ്ട? സ്കൈ മേലേക്ക് നോക്കി. സ്കൈ അതെടുക്കണ്ടടാ. ഇടയ്ക്ക് ഞങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തു. പെട്രോളും അങ്ങനെയൊക്കെ അടിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. സ്കൈ നല്ല ഭംഗിയുണ്ടല്ലേ? എന്തൊക്കെ കാണിക്കണേ? കണ്ണാടി ഉണ്ട് അവിടെ. കണ്ണാടി കണ്ണാടി മാഷേ. അപ്പോൾ നമ്മുടെ പാലക്കാട് കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. തമിഴ്നാട്ടിൽ ഒത്തിരി ട്രാഫിക് ബ്ലോക്ക് ഒന്നും വരത്തില്ല കേട്ടോ. നല്ല റോഡായിരിക്കും. നല്ല സുഖമായ യാത്രയാണ് തമിഴ്നാട്ടിലെ യാത്ര. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അങ്ങനെയായിരുന്നു. പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ചുറ്റോടെ ഇരിപ്പുണ്ട്. തമിഴ്നാട്ടിലേക്ക് കടന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്തോ നമ്മുടെ തെങ്ങാട്ടോ. തെങ്ങിൽ നിറച്ച് നാളികേരം കാണും, തെങ്ങും കാണും. ഒരു തെങ്ങിന് എന്തെങ്കിലും കേടുപാട് വന്ന ഉടനെ അടുത്ത തെങ്ങ് നട്ടുപിടിപ്പിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. ഉണ്ടാവും ഫുൾ തെങ്ങായിരിക്കും. രണ്ട് സൈഡിലും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതെന്തോട്ടാ ചേട്ടായി? തെങ്ങല്ലത് അവിടെ നട്ടിരുന്നതാണ്. നേരത്തെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മണ്ണൂര് കഴിഞ്ഞു. ഇതുണ്ടോ അടുത്ത തെങ്ങ് സെറ്റ് കണ്ടോ? ഓരോ തെങ്ങ് സെറ്റുകൾ
രസമുണ്ട്. തെങ്ങ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ കേട്ടോ. ഒത്തിരി തെങ്ങ് അടുത്തടുത്ത് നിൽക്കണം. നല്ല ഭംഗിയാണ്. നല്ല റോഡാ. നമ്മുടെ തമിഴ്നാട്ടിലെ റോഡ് കണ്ടോ, എന്ത് രസമാണെന്നറിയോ. നല്ല നമ്മൾ ഡ്രൈവ് ചെയ്യാനും നല്ല സുഖമായിരിക്കും, യാത്ര ചെയ്യാനും സുഖമായിരിക്കും. നമ്മുടെ നാട്ടിലെ റോഡൊക്കെ നോക്കിയാൽ അവർ കണ്ടു പഠിക്കേണ്ടതാണ്. ഇത് അടുത്ത തെങ്ങ് കണ്ടോ, ഫുൾ തെങ്ങ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഇത് റബ്ബറൊക്കെ ആയിരിക്കും. പിന്നെ തെങ്ങ് അങ്ങനെ വല്ലപ്പോഴും 1-2 അങ്ങനെ കൂട്ടം കൂടി ഉണ്ടാകാറില്ല. ചെറിയ തെങ്ങ് നട്ടേക്കുന്നുണ്ട് അവര്. തെങ്ങ് പോകുമ്പോഴത്തേക്കും ചെറിയ തെങ്ങ് നടും. തമിഴ്നാട്ടിൽ തേങ്ങയ്ക്കൊക്കെ വിലക്കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. എണ്ണയ്ക്കൊക്കെ വിലക്കുറവായിരിക്കും അല്ലേ ഏട്ടായി? ചിലപ്പോൾ വിലക്കുറവായിരിക്കും, അറിയില്ല. ഭയങ്കര ബ്ലോക്കാട്ടോ നമ്മുടെ തമിഴ്നാട്. അവിടെ ബസ് സ്റ്റാൻഡായിരുന്നേ. ബസ് ഇറങ്ങുന്നു പോകുന്നു, ഭയങ്കര തിരക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തിരക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് പോകാൻ പറ്റിട്ടോ. ഇന്ന് ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി പണിയിലാണ്. അപ്പോൾ ഞങ്ങൾ 12:30 ആയിട്ടാ സമയം. 4 മണിക്കൂറായി നമ്മൾ പോന്നിട്ട്. ഇടയ്ക്ക് കുറച്ച് സ്നാക്സും ചക്കപ്പഴവും മിഠായിയും അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇത് കണ്ടോ, അങ്ങേറ്റത്ത് വിൻഡ് കണ്ടോ കറങ്ങുന്നത്. വിൻഡിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വിൻഡ് കറങ്ങണ കണ്ടോ. ഈ ഏരിയ ഫുള്ള് വിൻഡ് മില്ലാട്ടോ. രസമുണ്ടല്ലേ കാണാൻ. കറങ്ങണ കണ്ടോ, ഫാൻ കറങ്ങണ കണ്ടോ തക്കുച്ച കണ്ടോ. അയ്യോ നല്ല സ്റ്റൈലല്ലേ, വലിയ ഫാനാ അത് അല്ലേ. ഇവിടെ കണ്ടോ, 1, 2, 3, 4 ഫുള്ള് വിൻഡ് ഏരിയ. സൂപ്പർ ഫാന് സൂപ്പർ അല്ലേ ചെയ്യാ കുട്ടി. ഫാൻ ഫാനുണ്ടോ, സൂപ്പർ ഫാനാണോ. നമ്മൾ വിൻഡ് മില്ലിന്റെ പ്ലേസിലെത്തിയേക്കാട്ടോ. ഇവിടെ ഫുള്ള് ഈ പ്രദേശം ഫുള്ള് വിൻഡ് മില്ലിന്റെ പ്രദേശാട്ടോ. മരങ്ങൾ അങ്ങനെയൊന്നുമില്ല, നല്ല കാറ്റുള്ള പ്രദേശാട്ടോ. ഒരു വിൻഡ് മില്ലിന്റെ ഓഫായി കിടക്കണോ. വലുത് എല്ലാം വലുതാണ്. നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് അപ്പൊ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കാട്ടോ. കുളംകര കുളംകര അതെയോ, അവിടെ ഓഫായി കിടക്കുക അല്ലേ. എന്തോ സൂപ്പർ അങ്ങനത്തെ കൊറേ ഉണ്ട്.
തെങ്ങ് എവിടെ നോക്കിയാലേ ഉള്ളൂ. കുട്ടി വീയരുന്നിട്ടാ, സീറ്റിന് മണ്ടേ കയറി എന്നിട്ട് വീയല്ലേ. കുളം കര കര കുളങ്കര കളിക്കുവാണോ? കുളം കര കോക്കനട്ട് ട്രീ എസ്റ്റേറ്റ്. കോക്കനട്ട് ട്രീ എസ്റ്റേറ്റ് സമയം 2 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ ആയിട്ടാണ് വന്നത്. നല്ല ബീഫുണ്ട്, മോരുകറി, അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. പിള്ളേർക്ക് കൊടുത്തിട്ട് കഴിക്കും. ഫോൺ തരാം, അപ്പം മേടിക്കും. അപ്പം ഫോൺ വേണോ? ഫോൺ വേണോ പൊന്നിനെ? ഫോൺ വേണം. ചോറ് മാമ മേടിക്കാൻ തന്നെ ഫോൺ തരുള്ളൂ. എടുക്കട്ടെ എടുക്കട്ടെ, ഇത് മേടിക്കട്ടെ, എടുക്കട്ടെ എടുക്കട്ടെ. ഫോൺ കൊടുത്തേപ്പോ അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോറുണ്ടാൻ പോവാട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ ലാസ്റ്റായിട്ടാ കഴിക്കണേ. ഈ പൊതി ചോറുണ്ണുന്നതിൻ്റെ ഇല്ലേ ടേസ്റ്റ് വേറെ തന്നെയാട്ടോ. നമ്മുടെ കറി നമ്മുടെ ബീഫാണ്. ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയിരുന്നു. മാങ്ങ, കടുമാങ്ങാച്ചാറ്, നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്ക തോരൻ, പിന്നെ നമുക്ക് മോരുകറി ഉണ്ട് കേട്ടോ. നമ്മുടെ അച്ചാറെല്ലാം കൂടെ ഉണ്ടോ, നല്ല വെള്ളരിക്കിട്ട് വെച്ച മോരുകറി കേട്ടോ. അതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ മാത്രം എല്ലാവരും എന്നെ നോക്കിയിരിക്കട്ടോ ഞാൻ കഴിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുത്തിട്ടൊരു പിടുത്തം പിടിക്കുക. അന്യായ ടേസ്റ്റ് ആട്ടോ ഈ പൊതിച്ചോറുണ്ടുമ്പോൾ. എന്നിട്ടൊരു ബീഫ് കഷ്ണോടെ കഴിക്കാം കേട്ടോ. ഇനി വേണോ ചോറ് അമ്മയുടെ? വേണ്ട, ഞാൻ കഴിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്. അപ്പൊ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറിയായിരുന്നു. അവിടെ ഒരു മലയാളി ഫാമിലി കണ്ടു. അവർ ഞങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ ഇവരൊക്കെ ഉറങ്ങുമായിരിക്കും, അറിയില്ല. തക്കുച്ചിയുടെ തക്കുച്ചി 2 പേരെ മടിയിരുത്തി ബൈക്കിലിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ശരി, പിന്നെ കാണാം ഗൈസ്. നമ്മൾ ചോറുണ്ട് യാത്ര തുടർന്നപ്പോൾ മഴ പെയ്തിരിക്കുന്നു തമിഴ്നാട്ടിൽ. നമ്മൾ എവിടെ ചെന്നാലും മഴയാന്നുള്ള രീതിയിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് പോയപ്പോഴും മഴയായിരുന്നു കേട്ടോ. പിന്നെ അന്ന് കുടയൊന്നും എടുത്തിട്ട് നമ്മൾ പെട്ടുപോയി. പക്ഷേ ഇന്ന് കുടയൊക്കെയാണ് കേട്ടോ വന്നേ. വലിയ മഴയില്ല, ചെറുതായിട്ട് മഴ പെയ്തു. kuda tapuju maya maya kuda kuda maya warna kopi kuda ഓണാപ്പേ ചൂടൻ 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 എനിക്ക് വേണ്ട. ചോറൂണൊക്കെ കഴിഞ്ഞപ്പോൾ ടയേർഡായി. ഇനി ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ബാക്കിലത്തെ പരിപാടികളുണ്ട്. ഇതാണ് ബാക്കിലത്തെ പരിപാടി. സീറ്റ് കയറി നിൽക്കുക, നടക്കുക, ഓടുക. ഇപ്പോൾ ഒത്തിരി ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് അവിടെ നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയില്ലേ. ഇപ്പോൾ ഓക്കെയാണ്.
ഇങ്ങനെ അവിടെ എത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. 3-4 മണിക്കൂറോളം 5 മണിക്കൂറോളം എടുക്കും. ഇനി 5 മണിക്കൂറുണ്ട്. സെറ്റപ്പ് സ്ഥലമാണ്. ചായ കുടിക്കാറിങ്ങനെ പോകുന്ന വഴിയിൽ കേട്ടില്ലേ? ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഞാനൊക്കെ ഒന്ന് മയങ്ങിയിട്ട് വേറെ ആരും ഉറങ്ങിയില്ല. ജസ്റ്റ് ഞാനും തപ്പിച്ചു മാത്രം. അപ്പോൾ നമ്മൾ ഒരു ചായക്കട കണ്ടിട്ട് ചായ കുടിക്കാറില്ലാത്ത അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഒരാളെ നല്ല ഉറക്കാണ്. നല്ല അടിപൊളി കാപ്പി. ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. ചായ കുടിക്കുന്നു. ജോവിൻ ചായ കുടിക്കുന്നു. സെറാമരിയ കോഫിയാണ്. ചൂടായ കാരണം കുടിക്കാതിരിക്കുന്നു. ഞാൻ എന്താ അപ്പോൾ കോഫി കുടിക്കുന്നു. നല്ല ടേസ്റ്റുള്ള കോഫിയാണ്, ചായയാണ്. അപ്പോൾ നമുക്കിനി 3 മണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ. 3 മണിക്കൂറാകുമ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തും. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. മഴയൊക്കെ കുറച്ച് സ്ഥലത്തായിട്ടോ മഴ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ ശക്തമായിട്ട് പെയ്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ സത്യം പറയാം, ഇവിടുത്തെ തമിഴ്നാട്ടിലേക്കുള്ള റോഡാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഒരു കുണ്ടുമില്ല, കുഴിയില്ല, നല്ല സൂപ്പറായിട്ട് നമ്മുടെ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാം. കണ്ണടച്ചിരുന്നാൽ മതി. നല്ല രസമുണ്ട്. ആട്, പശു ഒക്കെയാണ്. In 500 meters, turn left onto National Highway 38. നമ്മൾ ചായ കുടിക്കാൻ കയറിയത് ഒരു കടയിലെ ആരും ഇല്ലായിരുന്നു. നമ്മൾ കയറിയത് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 വണ്ടികൾ, 2 ബസ്സും ഒരു ചെറിയ ട്രാവലറും. ഇതെന്താ ഈ മരത്തിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന കുറേ സഞ്ചികൾ. അങ്ങനെ അവർക്ക് തിരക്കായി നമ്മൾ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഒക്കെ കണ്ടുകൊണ്ട് ഇവരോട് ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അല്ലേ പൊന്നുട്ടി? കഴിഞ്ഞ പ്രാവശ്യം ഈ സമയം ആയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. കുട്ടികളത്തെ ഇവിടെ പിള്ളേർ സ്കൂൾ വിടുന്ന സമയമാണ്. Turn left onto National Highway 38. അപ്പോൾ അങ്ങനെ ബസ് സ്കൂൾ അത് കണ്ട കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് പോകുന്നതാട്ടോ. ഇന്ന് മെഡിക്കൽ സ്റ്റുഡൻ്റാണ് കോട്ടൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ കാഴ്ച കണ്ടത്. ഇത് സ്കൂൾ പിള്ളേർ Continue on National Highway 38 for 4 kilometers. ഈ ബസ് കയറാൻ ഇതെന്താ വന്നേക്കുന്നത്? സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് ബസ് കയറാനൊക്കെ ഒത്തിരി കുട്ടികൾ നിൽപ്പുണ്ട് കേട്ടോ. വെയിലൊക്കെ ഒന്ന് മാറി, ചൂടൊക്കെ മാറി. ഇപ്പോഴത്തെ ചെന്നൈ ഉണ്ടോ സ്കൂൾ കുട്ടികൾ നിൽക്കണുണ്ടോ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? ഒഴിവാക്കി
കരിമ്പൂർ നിലനിർത്തി. വിജയുടെ ഫോട്ടോ ആട്ടോ, ഫുള്ള് വിജയുടെ ഫ്ലെക്സ് വെച്ചേക്കോ എല്ലായിടത്തും. വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അല്ലാത്തതൊക്കെ ഫുൾ വിജയ്. ആണോ? കൊറേ കട്ടുണ്ട്. ലാലേട്ടനെ വിജയനെയാണോ സെറക്കുട്ടിക്ക് ഇഷ്ടം? കാട് കണ്ടോ, എന്തോരം ആടാ. ആടിനെയൊക്കെ ഒന്ന് ചുമ്മാ വിട്ടേക്കുക, ആടിനെയും പശുവിനൊക്കെ അല്ലേ. എന്താ വണ്ടി ഇടിച്ചു, ആക്സിഡന്റ് കണ്ടോ. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. ട്രിച്ചി സിറ്റി പോലീസ്. ഇവിടുന്ന് ചെന്നൈ എത്ര കിലോമീറ്റർ വേണം? ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാ, അത് കാണാം. എലി കാറിന്റെ അകമൊക്കെ തുറച്ചു. ഇതെന്തിട്ട് മരം അപ്പൊ ഇത്? ആ ഇതാണ് കാറ്റാടി. ഓ കാറ്റ് കുന്നുകൂടി നിൽക്കണുണ്ടോ ഒന്നിച്ച്, അതാണ് കാറ്റാടി മരം. വേറെ ഇത്ര നേരം തമിഴ്നാട് വന്നില്ല. ഈ CNG എവിടെയാട്ടെ ഉള്ള CNG? അവിടെ കയറുന്നുണ്ടോ? പിന്നെ വണ്ടിക്ക് വെള്ളം കൊടുക്കണ്ടേടാ. ഗ്യാസ് ഇപ്പൊ അതിലെ കയറി സിത്തി വിട്ടാണ്. ഇതൊരു പുഴയോ? ആ മണമൊക്കെ ശ്വസിക്കണം, എല്ലാ മണം ശ്വസിച്ച് വേണം നമ്മൾ വളരാൻ. കുറച്ചേരം ശ്വസിച്ച് ചെയ്യുമ്പോൾ നല്ല മണമായിട്ട് മാറും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആടിന് ക്ഷാമ ശരിക്കും പറഞ്ഞ. തമിഴ്നാട്ടിലുള്ള ആട് മൊത്തം അല്ലേ? നമ്മുടെ നാട്ടിൽ ആട്ടുമാർ കിട്ടാനേ ഇല്ല കേട്ടോ. നിങ്ങളുടെ എവിടെയൊക്കെ കിട്ടാനുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളുടെ അങ്ങോട്ട് നാടിനെ വളർത്തുന്ന ആൾക്കാർ പോലും ഇല്ലാന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ഈ തമിഴ്നാട്ടില് നിറച്ച ആടാണ്. അവിടെ എന്തോരം ആടാ നോക്ക്. എന്നേക്കും ആടുകൾ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് എത്ര സമയമായി ചേട്ടായി? 10:30, 11:30, 12:30, 7 മണിക്കൂറായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. ഇനി നമുക്ക് 3 മണിക്കൂറുടെ യാത്ര ചെയ്യാനുണ്ട്. 10 മണിക്കൂർ എടുക്കുമോ? ശരിക്കും പറഞ്ഞാൽ 10 മണിക്കൂർ എടുക്കില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അരമണിക്കൂറോളം ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ CNG അടിക്കാൻ വേണ്ടി ഇപ്പോൾ 2-3 പ്രാവശ്യം കയറി. അങ്ങനെയൊക്കെ ആയപ്പോൾ സമയം പോയി അല്ലേ? അപ്പോൾ ഞങ്ങൾ അടുത്ത CNG അടിക്കാൻ വേണ്ടി കയറും കേട്ടോ. 3ാമത്തെ CNG അതടിച്ചിട്ട് നമുക്ക് പോകാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ CNG റൈറ്റ് സൈഡിലാണ് 1 വേ ആയതുകൊണ്ട് തിരിച്ചു വന്നൊക്കെ അടിക്കേണ്ടി വന്നത്. പിന്നെ 1 വേ അല്ലാത്തതുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പെട്രോൾ പമ്പ്. ഇവിടെയാണ് CNGയുടെ ഒരു തിരക്കില്ല കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ CNGക്ക് പോയിട്ട് 10-20 വണ്ടിയുടെ ബാക്കി നിൽക്കേണ്ടി വരും. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ CNG അടിക്കട്ടെ. ഇവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടോ? ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ. ഇതല്ല മറ്റേ കൂട്ടുണ്ട്.
ആ പണിയാതെ ഹാഫ് പണിയായതല്ലേ ഞാനടുത്ത് എന്താണ് ആകാശം ആകാശത്തിൻ്റെ രൂപം മാറി രാത്രിയായി തുടങ്ങി. നമ്മുടെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. 5:24 അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ വീഡിയോ കാണുന്നവർക്ക് എന്താണ് കാണുന്നവർക്ക് എന്താണ് സർപ്രൈസ്? സർപ്രൈസ് അല്ലേ പറയാൻ പറ്റില്ല. അപ്പോൾ വഴിയിൽ ഒത്തിരി തിരക്കൊന്നുമില്ല, നല്ല ശാന്തമായ അന്തരീക്ഷം, നല്ല റോഡ്, കുണ്ടും കുഴികളുമില്ലാത്ത റോഡ്. എന്താ ചേട്ടാ ഇപ്പൊ നിങ്ങൾ കണ്ട പതാക ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ആരെങ്കിലും പതാക ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ. പതാകയുടെ കളറ് അത് ആരുടെ പതാകയാണെന്ന് ഒന്ന് കമന്റ് ഇടുന്നവർക്ക്, ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. കമന്റ് ഇടുവാണെങ്കിൽ കാണാത്തവർക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ ചൂടൊക്കെ മാറി, വെയിലൊക്കെ മാറി. സെറാമരി സീറ്റിന് മുകളിൽ കയറി നിൽക്കുന്നു, ടീച്ചറായിട്ട് അഭിനയിക്കുന്നു. ജോബിൽ സ്റ്റീമൊന്നുമില്ലാതെ ഇവിടെ ഇരിക്കുന്നു. മാഷ് ഡ്രൈവിങ്. ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? തക്കുജു ഉറങ്ങി. തക്കുജു 3 മണിക്ക് ഉറങ്ങിയതാ, എഴുന്നേറ്റില്ല. ആരുടെയും തലയിൽ മുല്ലപ്പൂ ഉണ്ടോ? ഇവിടെ എല്ലാവരുടെയും തലയിൽ മുല്ലപ്പൂ ചൂടിയിട്ടാണ് എല്ലാവരും. ഇത് കണ്ടോ? ഇതാണ് നേരത്തെ പറഞ്ഞ കൊടി. കപ്പേള. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലെത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ റൂം ഇതാണ്. എല്ലാവരും വന്ന ഉടനെ ക്ഷീണമായിട്ട് കിടക്കുക കേട്ടോ. നമ്മളൊരു പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നത്. വാഷ്റൂം,